പുതിയ KPCC പ്രസിഡന്റ് ഉടൻ എന്ന സൂചന. പ്രാഥമിക ചർച്ച തുടങ്ങാൻ ദീപാദാസ് മുൻഷിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. പാർലമെന്ററി പദവി വഹിക്കുന്നവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കില്ല. MM ഹസൻ, ജോസഫ് വാഴക്കൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. റിയാസ് KMR ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, KPCC പ്രസിഡന്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് വരുന്നത്. വലിയ തർക്കങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ എന്തായാലും പ്രാഥമിക ചർച്ച തുടങ്ങാനായുള്ള നിർദ്ദേശമടക്കം നൽകിയിരിക്കുന്നത്. എപ്പോഴേക്കായിരിക്കും ചർച്ചയടക്കം ആരംഭിക്കുക? എന്തായിരിക്കും തീരുമാനം? പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ച ചർച്ച ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെത്തി ഉടൻ തന്നെ മുതിർന്ന നേതാക്കളടക്കമുള്ളവരുമായി ചർച്ച നടത്തണം. പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷിക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ജനപ്രതിനിധികളല്ലാത്ത നേതാക്കളെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ജോസഫ് വാഴക്കൻ, MM ഹസൻ തുടങ്ങിയ ആളുകളുടെ പേരുകളാണ് പ്രധാനമായും വരുന്നത്. ഒപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകളും സജീവമായി തന്നെ രംഗത്തുണ്ട്. എങ്കിൽ കൂടിയും ഒരാൾക്ക് ഒരു പദവി എന്ന നയം നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. നേരത്തെ നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രി ആയതോടുകൂടി തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അത് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല സണ്ണി ജോസഫ് മന്ത്രി പദവിയിൽ തിരക്കിലായതോടുകൂടി KPCC ആസ്ഥാനത്തെ കാര്യമായ ഒരു നേതൃത്വത്തിന്റെ ഒരു കുറവ് അവിടെയുണ്ട്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നതിലേക്കാണ് ഹൈക്കമാൻഡ് പോകുന്നത്. ഇതിൽ പല ഘടകങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. അതിൽ തന്നെ ജോസഫ് വാഴക്കനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ എന്ന് പറയുന്നത്. ജോസഫ് വാഴക്കൻ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രമേശ് ചെന്നിത്തലയുടെ പിന്തുണ കൂടിയാണ്. രമേശ് ചെന്നിത്തലയുടെ ഉറ്റ അനുയായി എന്നതാണ്. നേരത്തെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ പദം അദ്ദേഹത്തിന്റെ വലം കൈയായിട്ടുള്ള ജോസഫ് വാഴക്കന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഒപ്പം നിർത്തി എല്ലാവരും ഗ്രൂപ്പിന് അതീതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു നിലപാടായിരിക്കും ഹൈക്കമാൻഡ് ജോസഫ് വാഴക്കനാണ് വരുന്നതെങ്കിൽ തീരുമാനിക്കുക. ജോസഫ് വാഴക്കൻ KPCC അധ്യക്ഷനാവുകയാണെങ്കിൽ ഒരുപക്ഷെ UDF കൺവീനർ സ്ഥാനത്തേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിച്ചാലും അത്ഭുതപ്പെടാനില്ല. നിലവിൽ അടൂർ പ്രകാശാണ് UDF കൺവീനർ. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ജനപ്രതിനിധിയുമാണ്. ഒരു സ്ഥാനത്തേക്ക് ജനപ്രതിനിധി അല്ലാത്ത ഒരാളെ പരിഗണിക്കുമ്പോൾ മറ്റ് സ്ഥാനങ്ങളിലേക്കും സമാനമായ രീതിയിൽ ചിന്തിക്കാൻ ഹൈക്കമാൻഡ് ആലോചനയുണ്ട്. അങ്ങനെയെങ്കിൽ മുല്ലപ്പള്ളി UDF കൺവീനർ ആയാലും അത്ഭുതപ്പെടാനില്ല. അതേസമയം തന്നെ MM ഹസൻ പേരും സജീവമായിട്ടുള്ള പരിഗണനയിലുണ്ട്. അതിന് പുറത്തുള്ള നേതാക്കളെയും ഇപ്പോൾ പരിഗണിച്ചു വരുന്നുണ്ട്. KC ജോസഫിനെ പോലുള്ള സീനിയർ നേതാക്കളെ ഈ രംഗത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മുല്ലപ്പള്ളി വീണ്ടും KPCC അധ്യക്ഷനാകുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേരളത്തിലെ ദീപാദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി നടത്തുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. അതിൽ തന്നെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണം, ഒപ്പം തന്നെ കൂടുതൽ ഊർജ്ജസ്വലമായി ഭരണരംഗത്തും പാർട്ടിയുടെ സംവിധാനങ്ങളെ നിലനിർത്തുക എന്നതിന്റെ ഒരു ദൗത്യം കൂടി പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ചുണ്ടാകും. അതിനുതകുന്ന ഒരു KPCC അധ്യക്ഷനായിരിക്കും ഉണ്ടാവുക. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പ്രതിനിധികളല്ലാത്ത ആളുകളെ പരിഗണിക്കുമ്പോൾ അത്തരം ഘടകങ്ങൾ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് നോക്കും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരിക. ഇതിന് പിന്നാലെ തന്നെ DCC അധ്യക്ഷന്മാരിൽ 7 DCC അധ്യക്ഷന്മാരെ എങ്കിലും മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. പാർട്ടിയുടെ മറ്റ് പുനഃസംഘടനകൾ, അതായത് KPCC പുനഃസംഘടന നടന്നിട്ട് തന്നെ വർഷങ്ങളായി. KPCC അധ്യക്ഷന്മാർ മാറുന്നു എന്നതിനപ്പുറത്തേക്ക് ഭാരവാഹികൾക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല. KPCC അധ്യക്ഷനൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരിലും മാറ്റമുണ്ടാകും. മന്ത്രിമാരായ വർക്കിംഗ് പ്രസിഡന്റ് പൂർണ്ണമായും മാറും. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ തുടങ്ങിയവർ മാറും. അതിൽ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ മാത്രമായിരിക്കും വർക്കിംഗ് പ്രസിഡന്റായി നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ തുടരാനുള്ള ഒരു സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ പൂർണ്ണമായും ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ മാറ്റിക്കൊണ്ട് മറ്റ് സ്ഥാനങ്ങളിലേക്ക് ഷാഫിയെ ദേശീയ നേതൃത്വത്തിലേക്ക് ACC സെക്രട്ടറി എന്ന രീതിയിലോ മറ്റോ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ മറ്റ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. അക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുക. അതിന്റെ ഒരു ചർച്ചകൾക്കാണ് ദീപാദാസ് മുൻഷി തുടക്കം കുറിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. കൂടാതെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകളുടെ പുനഃസംഘടനയും അതിന് പിന്നാലെ നടക്കും. ശരി, വ്യക്തമാണ്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.